എന്താ പരിപാടി? പഠിക്കണമ്മ. അല്ല, എന്താ ഉദ്ദേശമെന്ന്? ഉദ്ദേശമോ? പഠിച്ചു കഴിയണം. പഠിച്ചു കഴിഞ്ഞിട്ട് നേരെ സേവാന്തരത്തിൽ പോകാൻ തല കാണിക്കണം. എന്നിട്ട് അവിടെ നിന്ന് ട്യൂഷൻ സെൻ്ററിൽ പോകണം. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് കെമിസ്ട്രിയുടെ ട്യൂഷൻ എടുക്കണം. തിരിച്ചു വരണം. എന്തെങ്കിലും ചോദിക്കുമ്പോൾ അച്ഛനെ പോലെ ഉരുട്ടിപ്പറ്റിയുള്ള വർത്താനം ഉണ്ടല്ലോ. അമ്മ പ്ലീസ് അമ്മ, ഞാൻ അമ്മയടുത്തൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ലല്ലോ. ഞാൻ കുറച്ചെടുത്ത് പഠിച്ചോട്ട്. എന്താ പെട്ടെന്നൊരു പഠിത്തം നിനക്ക്? അമ്മ എൻ്റെ മൂഡ് സത്യം പറഞ്ഞാൽ ഒട്ടും ശരിയല്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അമ്മയടുത്ത് എന്ത് പറഞ്ഞാലും അമ്മയ്ക്ക് തർക്കത്തിലായിട്ട് തോന്നുള്ളൂ. അമ്മ നിങ്ങളുടെ വഴക്ക് തീർക്കാൻ നോക്കുവാണ്. ഇവര് തമ്മിലടിച്ച് എനിക്കെന്താ കുഴപ്പം? അവന്മാര് തമ്മിൽ അടി കൂടട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ദേ ആ ഫോൺ അവിടെ കിടന്ന് അടിക്കുന്നുണ്ട്. ആ സേവാകേന്ദ്രത്തിൽ നിന്ന് ആ പെണ്ണുമ്പോൾ എങ്ങനെ ആയിരിക്കും? പോയി എടുക്കാൻ നോക്ക്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഫോണിലേക്ക് കിടന്ന് വിളിക്കും. അല്ലെങ്കിൽ കുഴപ്പമില്ല, വിളിച്ച് ചാർജ് ചെയ്യുമല്ലോ. ചാർജ് ചെയ്യുമ്പോൾ അങ്ങ് തീരുമാനമായിക്കോളൂ. നീ മര്യാദയ്ക്ക് ഉച്ചയിച്ച് എന്താന്ന് വെച്ചാൽ വിളിച്ച് ഡീൽ ചെയ്തേ. കുറെ നേരം അമ്മ എൻ്റെ ഫോണിൽ വിളിച്ച് ഉപദ്രവിക്കണം. ഇവനെവിടെയെന്ന് ചോദിച്ചോണ്ട് ദേ എനിക്ക് ശല്യം ആയി കഴിഞ്ഞാൽ ഞാൻ പറയട്ടോ ഉള്ള കാര്യം. ഇനി മേലെ ഇങ്ങോട്ട് വിളിക്കായിരുന്നു, മുഖത്ത് നോക്കിയാൽ പറയും. ചേട്ടൻ എന്താന്ന് വെച്ചാൽ തോന്നുന്നത് പറഞ്ഞ ഒരു കുഴപ്പമില്ല. ബാക്കി ഞാൻ നേരിട്ട് കാണുമ്പോൾ ഡീൽ ചെയ്തോളാം. അപ്പോൾ ആ ഫോണിന് കൈ കൊണ്ട് തൊടൂല്ലേ നീ? ഇല്ലമ്മ, നീ ഇപ്പോൾ പുതിയൊരു ഫോൺ മേടിക്കണം. അത് ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ മേടിച്ചോളാം. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള കാശൊക്കെ ഇപ്പോൾ തൽക്കാലത്തിന് എൻ്റെ ഉണ്ട്. ഇത് നേരത്തെ അവന് മനസ്സിലവൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ഈ ഷോ കാണിക്കാൻ. ഇപ്പൊ പൈസയൊക്കെ ആയല്ലോ, സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങിയല്ലോ. അപ്പൊ ചേട്ടൻ മേടിച്ചു തന്ന ഫോൺ അവന് കൊണ്ടുവെക്കാൻ മടി. ഇനി വേണ്ട, ആ ഫോൺ വേണ്ട, അവൻ സ്വന്തമായിട്ട് അവൻ മേടിക്കട്ടെ. എന്നിട്ട് അവൻ ഷോ കാണിക്കട്ടെ. ഞാൻ മേടിച്ചു തന്ന ഫോൺ എനിക്ക് പുച്ഛം. നീ മേടിക്കടാ, വേറെ ഇൻസ്റ്റാൾ ഉണ്ടാക്കി മേടിക്കടാ. നീ വേറെ മേടിക്കട്ടാ. ചേട്ടൻ മിണ്ടായിരിക്കാൻ പറഞ്ഞത് ഞാൻ മനസ്സാവാസ കർമ്മ അറിയാത്ത കാര്യമാണ് ചേട്ടൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്തിന്റെ കുഴപ്പമാടാ? ശരിക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ മനസാക്ഷി ഉണ്ടാ? അല്ലെ അറിയാണ്ട് ചോദിക്കാണ്. അല്ലെ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ അടികൂടുമ്പോഴേ എനിക്കാണ് പ്രഷർ കയറണത്. BP വരെ വല്ല അസുഖം വരും. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, അച്ഛൻ വരുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുത്ത് നിനക്കൊക്കെ രണ്ടും മേടിച്ച് തരണുണ്ട്. ഞാൻ എന്നെ കൊണ്ട് പറ്റിയൊന്നുമില്ല നിന്നെ ഒന്നും നോക്കി ഇങ്ങനെ ശ്വാസം അടക്കി വിട പൊട്ടി ചാവാനൊന്നും. അമ്മ, ലോകത്തുള്ള എല്ലാ വീട്ടിലും അടിയുണ്ടാവും. ആ സർവ്വസാധാരണമാണ്. അതാവും പറഞ്ഞ കറക്റ്റാ. അമ്മയും അച്ഛനും തമ്മിൽ തന്നെ എത്ര അടി ഉണ്ടാക്കിയിരിക്കണല്ലേ. അതുപോലെ തന്നെ ലച്ചുമായിട്ട് അനാവശ്യ കാര്യത്തിന് ആവശ്യമുള്ള കാര്യത്തിനൊക്കെ ചുമ്മാ അടിയാ. അതുകൊണ്ട് അമ്മ അങ്ങനെ പറയരുത് കേട്ടാ അല്ലേ. കൊള്ളാലോ. അപ്പൊ എന്നെ കുറ്റം പറഞ്ഞപ്പോ നിങ്ങളെല്ലാം ഒറ്റ കെട്ടായി. അപ്പൊ ഞാൻ പുറത്ത്. അതമ്മ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നീ ഇതങ്ങനെ പോയാ മതി, ഇങ്ങനെ മതിയല്ലേ. അതെ അതാണ്. അതുകൊണ്ട് ഇനി എനിക്ക് കുറച്ച് സമാധാന സ്വസ്ഥതയെ കിട്ടും. ആ ഫോണും കൂടെ ഒഴിവാകണ്ടേ, സമാധാനമായി. ഇനി മേല ഈ ചേട്ടനോട് പൈസ ചോദിച്ചോണ്ട് വരല്ലേട്ടാ കേട്ടാ. ഞാൻ പറഞ്ഞു. അപ്പൊ രണ്ടുപേരും തമ്മിൽ ഇനി സഹകരണമൊന്നുമില്ല, ഉറപ്പിച്ചല്ലോ. ഇതൊക്കെ ഞാൻ പണ്ടേ ഉറപ്പിച്ച് തള്ളി കേസമ്മാ. ഈ ഇടയ്ക്ക് എന്തൊക്കെയോ അബദ്ധം പറ്റി കൂടാതെ തോളത്ത് കൈയിട്ടുകൊണ്ട് നടന്ന്. ഇനി ഇല്ല. എനിക്ക് പറ്റിയതാണ് എന്ത് പറ്റടാ? നിനക്ക് എന്താണ് പറ്റിയത്? നീ കൊറേ എന്ത് പറ്റിയാടാ നിനക്ക്? എന്ത് പറ്റടാ? അടി അടിച്ചോ, പക്ഷെ പിന്നെ എന്റെ നെഞ്ചത്ത് കയറാൻ പറഞ്ഞ ഇവിടെ രക്തപ്പുഴ വരൂ. ചെറുക്കൻ നിന്നെ ഉണ്ടല്ലോ, നിന്നെ നീ എന്തോ നോക്കണത്? എന്തോ കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. വിഷ്ണു ചേട്ടൻ വിളിച്ചിട്ടുണ്ടോ? അല്ല അപ്പൊ എങ്ങനെയാ? അല്ല ഫോണിന്റെ കാര്യം ആരും ഇതുവരെ കൈയേറ്റിട്ടൊന്നുമില്ല ഫോൺ. ഇനിയിപ്പോ ആരെങ്കിലും കൈയേക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അമ്മയ്ക്ക് എന്റെ കുഞ്ഞിലെ സ്വഭാവം അറിയാലോ. ഒരു സാധനം ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു വാങ്ങത്തൊന്നുമില്ല. നിന്റെ സ്വഭാവ സവിശേഷത ഒന്നും എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാടാ? അമ്മയ്ക്ക് എന്നെ അറിയാലോ. ഞാൻ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം സ്നേഹിക്കും. അതേപോലെ തന്നെ വെറുത്ത് കഴിഞ്ഞാൽ അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യും. ഒരു സാധനം ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ വേണ്ട. നീ നിന്റെ മഹിമയെ തന്നെ അടുത്ത് പറയാൻ നിൽക്കണ്ട. രണ്ടുപേരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമൊന്നുമില്ല. അതേ നിങ്ങളെ ഫോൺ ഞാൻ എന്തായാലും ഉപയോഗിക്കാൻ പോകണില്ല. പിന്നെ ആ അച്ഛനും ലച്ചും അവരും എന്തായാലും ഉപയോഗിക്കാൻ പോകില്ല. ഇനിയിപ്പോൾ ആരെങ്കിലും അത് ഏറ്റെടുക്കാൻ തയ്യാറായാൽ ഞാനിട്ട് സമ്മതിക്കുകയില്ല. ആർക്കും ഉപയോഗമില്ലാത്തൊരു സാധനമായ സ്ഥിതിക്ക് അത് വേസ്റ്റാണ് അല്ലേ? പിന്നെ അപ്പം എന്ത് ചെയ്യണം?
പറ, ഫോണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. എനിക്കൊന്നും തീരുമാനിക്കൊന്നുമില്ല അമ്മ. എനിക്ക് ആ ഫോൺ വേണ്ട. ആ ഫോണിന് പാറമടയെ കൊണ്ട് കളഞ്ഞാലും എനിക്കത് വേണ്ട. ആ, എനിക്ക് ഇത്ര അറിഞ്ഞാൽ മതി. അപ്പൊ ശരി. പാറമടയെ കൊണ്ട് കളഞ്ഞാലും വേണ്ട. അയ്യോ അമ്മയുടെ ഫോൺ. ആ ഫോൺ ഉണ്ടായിരുന്നു. നിന്റെ ഫോൺ നിന്റെ ഫോണടാ. അമ്മ 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 അമ്മാന്റെ ഫോണും കൊണ്ടുപോകണം. അമ്മ എന്തോന്ന് അമ്മ അമ്മ എറിയല്ലേ അമ്മ 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 തമാശ കളിക്കല്ലേ അമ്മ? അമ്മ എന്റെ മൊബൈല്. 2 മിനിറ്റ് പിടിക്കും താഴത്തെ. നല്ല ആഴമില്ലേ? ഇല്ലേ? വെള്ളം പ്ലസ് ആഴം പ്ലസ് മൊബൈൽ, കെട്ടിക്കിടക്കുന്ന വെള്ളം, ഡെൻസിറ്റി കൂടുതലായിരിക്കും അല്ലേ? എങ്ങനെയുണ്ട് അതിന്റെ കണക്ക്? എങ്ങനെയാണ്? അമ്മ എന്ത് പണിയാ അമ്മ ഈ കാണിച്ചത്? എന്ത് അമ്മ എന്തോന്ന് കാണിക്കണത്? നീ എത്ര ദേഷ്യം വന്നാലും ഒരാൾ ചെയ്യണ പരിപാടിയാണത്. അച്ഛൻ ഇങ്ങോട്ട് വന്നോട്ട് അച്ഛനടുത്ത് ഇന്ന് നടന്ന എല്ലാ കാര്യവും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒറ്റ അടിയൊക്കെ തന്നെ ഉണ്ടല്ലോ. നിനക്ക് അങ്ങനെ കാണിച്ചിട്ട് എൻ്റെ അടുത്ത് തൊള്ളണ കടന്ന്. അമ്മ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊണ്ടല്ലേ ഞാൻ മേടിച്ചു കൊടുത്തത്. ആ ബോധം നിനക്കൊക്കെ ഇത്ര നേരം ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും നിന്നെയൊക്കെ ആഗ്രഹം സഹിച്ചല്ലോ. അമ്മ അമ്മ എന്ത് പരിപാടി അമ്മ കാണിച്ചേ? ഒന്നുമില്ലെങ്കിലും എൻ്റെ മരണം വരെ ആ ഫോൺ കേടായപ്പോലെ സൂക്ഷിക്കണമെന്ന് വിചാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഒന്നുമില്ലെങ്കിലും ചേട്ടൻ ആദ്യമായിട്ട് മേടിച്ചെന്ന ഫോണല്ലേ? ഡാ നീ കരയിൽ നീ വിഷമിക്കില്ലേ? ഇവിടെ ഞാൻ നിനക്ക് വേറെ ഫോൺ വാങ്ങിച്ചു തരാം. നീ വിഷമിക്കണ്ട. വേറെ ഫോൺ മേടിച്ചെന്ന് ആ ഫോൺ പോലെ ആവുമോ? അമ്മ എന്ത് ക്രൂരി അമ്മ. അങ്ങ് എടുത്ത് എറിയണം. അമ്മ തന്നെയല്ലേ ഓരോ സാധനങ്ങൾ മേടിക്കണ വിലയുടെ മഹത്വത്തിനെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിച്ചെന്ന്. അമ്മ എന്നെ ഇങ്ങനെ പറഞ്ഞു ചെയ്ത് എന്ത് ചെയ്യും? അതെന്താണെന്നറിയാമോ? ഞാൻ ഒന്ന് പറയും, മറ്റൊന്ന് പ്രവർത്തിക്കും. അതെൻ്റെ സ്വഭാവം അങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ചെയ്യും. അമ്മ കൊണ്ട് ഞങ്ങളെ ഫോൺ കളഞ്ഞെന്നും പറഞ്ഞിട്ട് കേസ് കൊടുക്കണ്ടേ? എടാ നീ വിഷമിക്കല്ലേ, ഞാൻ നിനക്ക് വേറെ ഫോൺ വാങ്ങിച്ചു തരാടാ. മുത്തേ കരയല്ലേ, വേറെ ഫോൺ വാങ്ങിച്ചു തരാടാ. കേശുവേ പോട്ട് എന്തോന്നമ്മ എന്നാ ഫോൺ, നിന്റെ ഫോൺ എന്നാന്ന്? എടേ നിന്റെ ഫോൺ ഞാൻ കളഞ്ഞ 5 വർഷം പഴക്കമുള്ള എൻ്റെ ആ കേടായ പഴയ ഫോണില്ലേ, അതാ കളഞ്ഞത്. കള്ളമ്മ ഞാൻ കോളത്തരമ്പലും കൂടെ എന്നെ പിടിക്കാൻ വന്നേക്കായിരുന്നു, പറഞ്ഞേക്കാൻ. ഡേ